ഫൈസൽ മുസ്ലിയാരെ ഇരുത്തിയിട്ട് മൂപ്പരെ ആക്ഷേപിക്കണ്ടായിരുന്നു. ഫൈസൽ മുസ്ലിയാർ ഇതുവരെ എണീക്കാതിരുന്നത് കുടുങ്ങിപ്പോയതാണ്. വിഷയം അവതരിപ്പിച്ചപ്പോ തന്നെ മുസ്ലിയാർ കുടുങ്ങിയെന്നാണ്. അപ്പൊ ഇരിക്കുന്നവരൊക്കെ കുടുങ്ങിയിട്ടാ ഇരിക്കുന്നത് എന്നാണ് കഴിഞ്ഞ പ്രാവശ്യം മുസ്ലിയാർ പറഞ്ഞത്. സദസ്സിൽ ഇരുത്തി കൂടുതലുള്ള ആളെ ഇങ്ങനെ വിഷമിപ്പിക്കരുതല്ലോ മുസ്ലിയാരെ. മുസ്ലിയാരെ അത് മാത്രമല്ല, ഇവിടെ ഒരു സംബന്ധിച്ച മറ്റൊരു യാഥാർത്ഥ്യം അതിന് മുമ്പുണ്ട്. അങ്ങനെ എല്ലാം കൂടെ വായിക്കാൻ പറ്റൂല, എല്ലാം കൂടെ വായിക്കണ്ട. അതിനു മുമ്പ് ചേർത്ത് വായിക്കേണ്ടത് വായിക്കണം മുസ്ലിയാരെ. അത് വായിച്ചിരുന്നില്ല ഇതുവരെ എന്ന് മുസ്ലിയാർ ഇവിടെ സമ്മതിച്ചു കഴിഞ്ഞു. പ്രാർത്ഥന എന്താണ്, എന്തിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ കൃത്യമായി ഇത് മനസ്സിലാക്കുവാനുള്ള വിശദീകരണം അവിടെ നൽകിയിട്ടുണ്ട്. ഒന്നുകൂടി കേട്ടോ മുസ്ലിയാര്. മനുഷ്യൻ സർവശക്തനല്ല, സർവകാര്യങ്ങൾക്കും കഴിവുള്ളവൻ അല്ലാഹു മാത്രമാണ്. ഒരു കർഷകന് നിലം ഉഴുതുവാനും വിത്ത് വിതക്കുവാനും വളവും വെള്ളവും നൽകുവാനും സാധിക്കുന്നു. എന്നാൽ ആ വിത്ത് മുളപ്പിച്ച് നല്ല വിളവുണ്ടാക്കുന്നത് അവന്റെ കഴിവിൽപ്പെട്ടതല്ല. അപ്രകാരം ആ കൃഷിക്ക് യാതൊരു നാശവും ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി രക്ഷ തേടുന്നതും അള്ളാഹുവിനോട് മാത്രമായിരിക്കണം. ഇങ്ങനെ മനുഷ്യ കഴിവിനപ്പുറമുള്ള മാർഗങ്ങളിൽ കൂടി, ഇങ്ങനെ മനുഷ്യ കഴിവിനപ്പുറമുള്ള എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെ എന്നവിടെ പറഞ്ഞിട്ടുണ്ട് മുസ്ലിയാരെ. ഇതുവരെയും എങ്ങനെ എന്ന് വായിക്കാതെ, ഇങ്ങനെ എന്ന് പോലും വായിക്കാതെ തെറ്റിദ്ധരിപ്പിക്കാമെന്നാണ് മുസ്ലിയാര് വിചാരിച്ചത്. ഏതായാലും മുജാഹിദ് പ്രസ്ഥാനം എഴുതുന്ന പാഠപുസ്തകമൊക്കെ നന്നായി തന്നെ വായിച്ച് പഠിക്കണം. അത് കണ്ടം മുറിച്ചല്ല പഠിക്കേണ്ടത്, മുമ്പ് മുതൽ തന്നെ പഠിക്കണം. മറ്റൊരു വാചകവും വായിച്ചു. എന്താ മുസ്ലിയാരെ അതിൽ തെറ്റ്? പറയൂ നിങ്ങൾ, എന്താണ് ആ വിശദീകരണത്തിൽ തെറ്റുള്ളത്? നിങ്ങൾക്ക് ഇതുവരെ പറയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഒരു വിരട്ടലാണ് മുസ്ലിയാർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നബിയോട് ചോദിക്കാൻ പറയൂ മുസ്ലിയാരെ ഇങ്ങോട്ട്, അപ്പോൾ തരാം മറുപടി, അപ്പോൾ തരാം വിശദീകരണം. അതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. മുസ്ലിയാർ ഇങ്ങനെ വിരട്ടുകയാണ്. ആ വെരട്ടിഫിക്കേഷൻ ഇവിടെ നടപ്പാവുകയില്ല. ഇത് വാദപ്രതിവാദമാണ് മുസ്ലിയാരെ, ഇത് വാദപ്രതിവാദമാണ്. അതുകൊണ്ട് തെളിവുദ്ധരിക്കൂ, അപ്പോൾ പറയാം. ചോദ്യത്തിലേക്ക് വരാൻ ഇതുവരെയും ഇത്രയും സെഷൻ കഴിഞ്ഞിട്ടും മുസ്ലിയാർ ഇതുവരെയും ധൈര്യം കാണിച്ചിട്ടില്ല. മുജാഹിദുകളുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല. എവിടെ പോയി വലിയ വീരത്വം പറയുന്നവരും അതുപോലെ ശൂരത്വം പറയുന്നവരും നാലാളെ കാണുമ്പോ യാക്കൗവിനെ കാണുമ്പോ വെല്ലുവിളിക്കുന്നവരും മുജാഹിദുകളുടെ ചോദ്യത്തിൽ തൊടാൻ ധൈര്യം കാണിക്കാതെ എന്തേ നിങ്ങൾ പിന്മാറുന്നത്? ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുന്നു. ചോദ്യവും വിഷയവും തമ്മിലുള്ള ബന്ധം മുസ്ലിയാർ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇവിടെ സംവദിച്ചിട്ടുണ്ട്. അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ടല്ല, സ്വയം കഴിവ് കൊണ്ട് സഹായിക്കുമെന്ന വിശ്വാസത്തിലായിരുന്നു മക്കാ മുശ്രിക്കുകൾ അള്ളാഹു അല്ലാത്തവരോട് തേടിയിരുന്നത് എന്ന് ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ തെളിയിക്കാമോ? ഇത്രയും നേരമായിട്ട് മുസ്ലിയാർ ഉദ്ധരിച്ചിട്ടില്ല, ഇനി ഉദ്ധരിക്കാൻ കഴിയുകയുമില്ല. ഉദ്ധരിച്ചാൽ ഖണ്ഡനം ഒന്നിനു പുറകെ ഒന്നായി വരും എന്ന് മുസ്ലിയാർ മനസ്സിലാക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. പിന്നൊരു ചിരിയും പിന്നൊരു അല്പം അനക്കവും ആട്ടവും ഒക്കെ കൊണ്ട് സമാധാനിക്കാമെന്ന് വിചാരിച്ചാണ് മുസ്ലിയാർ ഇങ്ങോട്ട് പോകുന്നത്. ആ വിചാരവും ആ ചിന്തയും ഒരു ശുഭലക്ഷണമായി ഇവിടെ നിങ്ങൾക്ക് അനുഭവപ്പെടുകയില്ല എന്ന് ഈ സമയത്ത് അതിനെ കുറിച്ച് ഓർമ്മിപ്പിക്കാനുള്ളൂ. അതുകൊണ്ട് കൃത്യമായി ഞങ്ങളുടെ ചോദ്യം, ഒന്നാമത് ഞങ്ങൾ ചോദിച്ച ചോദ്യം ഉത്തരം കിട്ടാതെ അവശേഷിക്കുകയാണ്. കുന്നത്തേരിയിൽ ആ ചോദ്യം അവശേഷിക്കുകയാണ്. അതുകൊണ്ട് മുസ്ലിയാക്കന്മാരെ ചോദ്യത്തിന് മറുപടി പറയൂ, ചോദ്യത്തിന് മറുപടി പറയൂ. വിരട്ടൽ ഇവിടെ വേണ്ട, വെരിഫിക്കേഷൻ വേണ്ട. തെളിവുണ്ടെങ്കിൽ ഉദ്ധരിക്കൂ, വാചകം ഉദ്ധരിക്കൂ, തെളിവുകൾ പറയൂ, അപ്പോൾ അതിന് ഖണ്ഡനം വരും. അതുകൊണ്ട് ചോദ്യത്തിന് ഉത്തരം പറയണം, ചോദ്യത്തിന് ഉത്തരം പറയണം, മുജാഹിദുകളുടെ ചോദ്യത്തിന് ഉത്തരം പറയണം. ഇതുവരെ അത് പറഞ്ഞിട്ടില്ല എന്നാണ് മുസ്ലിയാർ പറയുന്നത്. ഈ നേരത്തെ ഒഴിഞ്ഞത് വിഷയവുമായി ബന്ധമില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്നാൽ ഇപ്പോൾ മുസ്ലിയാർ പറയുന്നത് കഴിഞ്ഞ സെഷനിൽ കഴിഞ്ഞതിന്റെ മുമ്പത്തെ സെഷനിൽ മുസ്ലിയാർ പറഞ്ഞത് ബന്ധമുണ്ട് എന്നാണ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യവും മുസ്ലിയാർ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാതെ അവിടെ ഇരിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ചോദ്യം വ്യക്തമാണ്, കൃത്യമാണ്. നിങ്ങൾ മദ്രസ പാഠപുസ്തകത്തിൽ വെട്ടിമുറിച്ച് വായിച്ചു. ഇങ്ങനെ എന്നതുപോലും ഒഴിവാക്കി, എങ്ങനെ എന്ന് പറഞ്ഞത് ഒഴിവാക്കി. മാത്രമല്ല അങ്ങനെ ഒഴിവാക്കിക്കൊണ്ട് വായിച്ചു എന്ന് മാത്രമല്ല, അത് മുജാഹിദുകളുടെ നിർവചനമാണ്, അത് പൊളിഞ്ഞു. എങ്ങനെ പൊളിഞ്ഞു എന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല, എങ്ങനെ പൊളിഞ്ഞു എന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല. പൊളിയും, അത് മുസ്ലിയാരുടെ ഒരു സ്വപ്നമാണ്. പക്ഷേ ആ സ്വപ്നത്തിന് ഒരിക്കലും സാക്ഷാത്കാരം ഉണ്ടാവുകയില്ല എന്നാണ് ഈ സമയത്ത് ഓർമ്മിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഇവിടെ തെളിവുകൾ ഞങ്ങൾ ഉദ്ധരിച്ചു കഴിഞ്ഞു, ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞു, വിഷയവുമായുള്ള ബന്ധം ഞങ്ങൾ സ്ഥാപിച്ചു കഴിഞ്ഞു. പക്ഷേ ഉത്തരം കിട്ടാതെ അവശേഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ചോദ്യത്തിനുള്ള ഉത്തരം മുസ്ലിയാർ കൃത്യമായി പറയണമെന്നാണ് ഈ സമയത്ത് ഞങ്ങൾക്ക് ആഹ്വാനം ചെയ്യാനുള്ളത്.
ചോദ്യത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ചോദ്യമാവില്ല. പിന്നെ ഞങ്ങൾ ചോദ്യത്തിലേക്ക് വരുന്നില്ല, ഞങ്ങൾ ഉത്തരത്തിലേക്ക് തന്നെയല്ലേ വരേണ്ടത്. ഞങ്ങൾ ഉത്തരം പറയുന്ന ടൈമല്ലേ. ഈ ആദ്യ വിഡ്ഢിത്തം പറഞ്ഞാലോ? പിന്നെ മൂപ്പർക്ക് നമ്മൾ പഠിപ്പിക്കാൻ പോവാണ്. എന്ത്? ഞങ്ങൾ ഏതാണ് കട്ട് വായിച്ചത് അത് നിങ്ങൾ തെളിയിക്കണം. ഞങ്ങൾ നിങ്ങളുടെ നിർവചനത്തിൽ എന്താണ് കട്ട് വായിച്ചത് അത് നിങ്ങൾ തെളിയിക്കണം. വെറുതെ പറഞ്ഞാൽ മതിയോ? നിങ്ങളുടെ നിർവചനം ഞാൻ 2ാം 3ാം ക്ലാസ് എന്നുള്ള പുസ്തകത്തിൽ നിന്ന് വായിച്ചില്ലേ? അതിലെന്താ ഉള്ളത്? മനുഷ്യരുടെ കഴിവിൽപ്പെടാത്ത കാര്യങ്ങൾ സഫലീകരിച്ചു തരാനായി മറ്റൊരു ശക്തിയോട് വിനയത്തോടും അതീവ താഴ്മയോടും കൂടി ചോദിക്കുന്നതിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. എന്ത് പറയാനുണ്ട് നിങ്ങൾക്കതിന്? മിണ്ടിയോ? ഇതിലെന്താ ഉള്ളത്? കേട്ടോളൂ, ഞാൻ വായിച്ചുതരാ. മനുഷ്യൻ സർവശക്തനല്ല, സർവകാര്യങ്ങൾക്കും കഴിവുള്ളവൻ അല്ലാഹു മാത്രമാണ്. ഒരു കർഷകന് നിലം ഉഴുതുവാനും വിത്ത് വിതക്കാനും വളവും വെള്ളവും നൽകുവാനും സാധിക്കുന്നു. എന്നാൽ ആ വിത്ത് മുളപ്പിച്ച് നല്ല വിളവുണ്ടാക്കുന്നത് അവന്റെ കഴിവിൽപ്പെട്ടതല്ല. ഇതിനുവേണ്ടി പടച്ചവനോട് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. അപ്രകാരം ആ കൃഷിക്ക് യാതൊരു നാശവും ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി രക്ഷ തേടുന്നതും അല്ലാഹുവിനോട് മാത്രമായിരിക്കണം. ഇങ്ങനെ മനുഷ്യ കഴിവിന് അപ്പുറത്തുള്ള കാര്യങ്ങളിൽ, മനുഷ്യ കഴിവിന് അപ്പുറമുള്ള മാർഗങ്ങളിൽ കൂടി രക്ഷയും ശിക്ഷയും ഗുണവും ദോഷവും ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസത്തോടു കൂടിയുള്ള അപേക്ഷക്കാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അവിടെയാണ് ഞങ്ങൾ പിടികൂടിയത്. എന്താണ് പറഞ്ഞത്? ഇങ്ങനെ മനുഷ്യ കഴിവിന് അപ്പുറമുള്ള മാർഗങ്ങളിൽ കൂടി രക്ഷയും ശിക്ഷയും ഗുണവും ദോഷവും ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസത്തോടു കൂടിയുള്ള അപേക്ഷ. അതാണ് ഞാൻ പറഞ്ഞത്. മനുഷ്യ കഴിവിന് അപ്പുറത്തുള്ള കാര്യമായി നിങ്ങൾ പരിചയപ്പെടുത്തുന്നതാണല്ലോ വഫാത്തായി നബിയെ വിളിച്ചാൽ ഉത്തരം കിട്ടുമെന്ന് വിശ്വസിക്കൽ, അല്ലേ? ആ ഉത്തരം കിട്ടുമെന്ന വിശ്വാസം അതാണല്ലോ സൂചിപ്പിക്കുന്നത്. ഞാൻ പറയുന്നു, എന്നാൽ എന്റെ വഫാത്തിനു ശേഷം എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി തെളിവ് പറഞ്ഞില്ല, ഹദീസ് പറഞ്ഞില്ല. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ഈ രൂപത്തിലുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വെറുതെ സമയം കളയണോ? പിന്നെ ചോദ്യം ഈ കുന്നത്തേരിയിൽ ഇങ്ങനെ നിൽക്കും, പൊട്ടത്തരം ചോദിച്ചാൽ ഇങ്ങനെ നിൽക്കലെന്നെ. അത് ഞങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു തന്നെയല്ലേ. വിഷയത്തിൽ പെട്ടത് ചോദിക്ക്, അതല്ലേ ഞങ്ങൾ പറഞ്ഞത്. പൊട്ടപ്പോഴത്തം ചോദിച്ചാൽ ഞങ്ങൾ മറുപടി അറിയോ? നിങ്ങൾ ഇനി ഇവിടുന്ന് അസർ നിസ്കാരം കഥാകുന്നതിനെ കുറിച്ച് ചോദിച്ചു, ഞങ്ങൾ മറുപടി പറയാ? നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുന്നതിന് ഞങ്ങൾ വിഡ്ഢികളാണോ പറയാൻ? ഇല്ല, നിങ്ങൾ വിഷയത്തിൽ നിന്ന് ചോദിക്കൂ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞങ്ങൾ അങ്ങനെ പറഞ്ഞത്. വിഷയത്തിൽ നിന്ന് ചോദിക്കൂ, മറുപടി പറയാം. ഞങ്ങൾ തെളിയിക്കേണ്ടത് ഞങ്ങൾ തെളിയിച്ചു. അതെന്താണ്? മഹാനായ ഹബീബ് പറഞ്ഞിട്ടുണ്ട്, എന്നെ വഫാത്തിന് ശേഷം വിളിച്ചാൽ പോലും ഞാൻ ഉത്തരം ചെയ്യും. നിങ്ങൾ എങ്ങനെ അതിന്റെ മുമ്പ് എന്തുണ്ടായാലും ശരി, എന്തുണ്ടായാലും ഞങ്ങൾക്ക് എന്താണ്? അതുകൊണ്ടൊന്നും ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതങ്ങനെ തന്നെയാണ്. അല്ലെങ്കിൽ ഇവരെ അവസ്ഥ അതാണ്. ചോദ്യം ചോദിക്കാൻ ആകെ 2, 3, 4 ചാൻസ് ഉണ്ടാവും. അതിങ്ങനെ അങ്ങ് നഷ്ടപ്പെടും. പണ്ടൊരാൾ ബനൂ ഇസ്രായേലിൽപ്പെട്ട ഒരാളുണ്ടായി. അയാൾക്ക് 3 ദുആക്ക് അല്ലാഹു തആല അവസരം കൊടുത്തു. അപ്പൊ അയാൾ ഭാര്യ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് 3 ദുആക്ക് അവസരം ഉണ്ടല്ലോ, അതുകൊണ്ട് ഇന്ന സുന്ദരിയാക്കാൻ വേണ്ടി ഒന്ന് ദ്വാരക്കണം. അയാൾ ദ്വാരുന്നു, ആ പെണ്ണിനെ സുന്ദരിയാക്കണേ. നോക്കുമ്പോ സുന്ദരി ഈ സൗന്ദര്യം കൂടിയപ്പോ എന്തുണ്ടായി എന്നറിയോ? അവള് വേറെ അങ്ങോട്ടോ പോയി. അപ്പൊ അയാൾക്ക് തോന്നി അവളെ ഒരു പട്ടിയുടെ രൂപത്തിലാക്കണം. 2ാമത് ദുആ ചെയ്ത് ആ ദുആവും പോയി. അപ്പൊ മക്കളെല്ലാം കൂടി ഒന്ന് പറഞ്ഞു, നിങ്ങൾ പട്ടിന്റെ രൂപത്തിൽ ഞങ്ങൾ അമ്മനെ കാണുമ്പോ വിഷമുണ്ട്. അയാൾ ദുആരുന്നു 3ാമത്, ആ പെണ്ണിനെ പഴയ രൂപത്തിലേക്ക് തന്നെ ആക്കണേ. 3 ദുആവും പോയി, ഒറ്റ ദുആവും കാര്യത്തിൽ പെട്ടിട്ടില്ല. എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇവിടെ അവസരം തന്നു, നിങ്ങൾ മാന്യമായി ചോദിക്കേണ്ടിയിരുന്നു, ചോദിച്ചില്ല. പിന്നെ മൂപ്പര് പറഞ്ഞിട്ട്, കഴിഞ്ഞ സെഷനിൽ ഞാൻ പറഞ്ഞു, സെഷൻ 1 ആയിട്ടുള്ളൂ, അക്കം മൗലവിക്ക് മറന്നു പോവാണ്, നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല, ബേജാറാവുമ്പോ ഉണ്ടാകുന്ന സ്വഭാവമാണത്. എന്താണ് മൗലവിമാരെ ഇങ്ങനെ പെട്ടുപോയാൽ? പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്നറിയാം നിങ്ങൾക്ക്? നിങ്ങൾ ചോദിക്കൂ. നിങ്ങളുടെ വിഷയാവതരണത്തിൽ പറഞ്ഞ, ഞങ്ങളുടെ വിഷയാവതരണത്തിൽ ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ കൃത്യമായി തെളിയിച്ചു. അതെന്താണെന്നറിയോ നിങ്ങൾ?